തന്നെയാണ് ഇത് ബേസിക് സാധനം. ബേസിക് സാധനം അതാണ്. സാർ ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ സിഗ്നൽ വരുമ്പോ സാർ അതിന് കോഷ്യസ് നമ്മളെ ഇപ്പൊ ടാർഗറ്റ്സ് ഉണ്ട്. ഒരു വേസ്റ്റിൽ അവിടെ പോകുന്നുണ്ട്. അപ്പൊ അത് നമ്മള് ക്ലോസ് ബൈ ആണെങ്കിൽ അവന് നമുക്ക് ഞാനത് അക്യൂർ ചെയ്ത് വിശ്വസിക്കും. അപ്പൊ അത് സേഫ്റ്റി അവൻ കാണിക്കും ഇത്ര അടുത്താണ് നമ്മള് കാണിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മള് ആക്ഷൻ എടുക്കും. അതാണ് സിഗ്നൽ വന്നത്. സിഗ്നൽ എന്ന് വെച്ചാൽ നമ്മളത് വിഷ്വലി പിന്നെ നമുക്ക് നമ്മള് റഡാറാണ്. അപ്പൊ അതില് വിഷ്വലി കാണാത്ത കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് റഡാർ. അപ്പൊ അതിൽ നമ്മൾ അതിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. സാർ ഇത് ഇടയ്ക്ക് നമുക്ക് സ്വിംഗിങ് കൂടുന്നുണ്ടല്ലോ, അത് ശരിക്കും റീസൺ ഉണ്ട്? സ്വിംഗിങ് കൂടുന്ന റീസൺ 2-3 റീസൺ ഉണ്ട്. ഒന്ന് നമ്മുടെ വിൻഡ് ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മുടെ സ്വെല്ല്, പിന്നെ നമ്മുടെ കറണ്ട് എന്ന് വെച്ചാൽ ഈ ഇതിന്റെ ഇതുണ്ടല്ലോ ഫ്ലോ, വെള്ളത്തിന്റെ. അപ്പൊ അത് പിന്നെ നമ്മുടെ വെസലിന്റെ സ്പീഡ്, ഇതെല്ലാം കൂടി വരുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് ഈ റോളിംഗ് വരാനാണ്. റോളിംഗ് കൊണ്ട് പിച്ചിങ്. റോളിംഗ് ഇങ്ങനെ സൈഡിൽ ഇതാവും, അതിന് റോളിംഗ്. പിച്ചിങ് ഒക്കെ ഈ ഫ്രണ്ടും ബാക്കും നമ്മൾ ഇങ്ങനെ ഈ ഒരു വരും, അത് പിച്ചിങ്. ഇത് രണ്ടും ഒന്നിച്ച് വരുമ്പോഴാണ് നമുക്ക് കൂടുതലും പ്രശ്നം വരുന്നത്. അത് ചിലപ്പോൾ വീണ്ടും ഒരു സൈഡിൽ നിന്നായിരിക്കും, മറ്റേ ഇതൊരു സൈഡിൽ അത് നല്ല റഫായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എനിക്കിപ്പം ഫ്രം ട്രെയിനിങ് വെച്ച് നോക്കിയാൽ ഒരു 15 വർഷം, 1.5 MBA ഉണ്ട്. നമ്മളങ്ങനെ പറയാം 15 വർഷം എക്സ്പീരിയൻസ്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്താൽ നമുക്കതിലൊരു 1.5 MBA പഠിച്ച പ്രതീതിയാണ് പറയാറ്. അപ്പൊ ഈ 1.5 MBA അല്ലെങ്കിൽ 15 വർഷത്തെ എക്സ്പീരിയൻസിൽ സാറിന് ഒരുപാട് പിന്നെ എന്താ പറയുക ചലഞ്ചിങ് ആയിട്ടുള്ള സംഗതികളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ചലഞ്ചിങ് ആയിട്ടുള്ള വെച്ചാൽ ഒരുപാട് ഇവിടെ തന്നെ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മള് എന്താ പറയാ ഒരു ഐലൻഡിൽ നിന്ന് പിന്നൊരു ഐലൻഡിലേക്ക് വരുന്ന സമയത്ത് മറ്റേ ഒരു കാഷ്വാലിറ്റി അല്ല, ഒരു പ്രഗ്നൻസി കേസ് വന്നു. അപ്പൊ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ചാലഞ്ചിങ് എന്ന് വെച്ചാൽ നമുക്കിനി വേറെ ഓപ്ഷൻ വെച്ചാൽ അടുത്ത നിയർ ബൈ പോർട്ടിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാന്നുള്ളതാണ്. അതുവരെ അവരെ നമ്മൾ സേഫായി പ്രൊട്ടക്ട് ചെയ്ത് അവരെത്തിക്കുന്ന അവിടെ എത്തുമ്പോൾ നമ്മളെല്ലാം സംഭവം അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്ലിക്കേഷൻ ചെയ്ത് അവരെ കാര്യങ്ങൾ അറിയിച്ച് എന്താ പറയാ ഓരോ സമയത്തുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നമ്മള് കാരണം നമ്മളെ ലൈഫാണ്. അങ്ങനത്തെ ഒരു സീൻസ് വന്നപ്പോ നമുക്ക് ആക്ച്വലി നമ്മള് പാനിക്കാവൂല നമ്മള്, എന്നാലും നമ്മളൊരിച്ചിരി ഒരു ടെൻഷൻ വരും, സ്ട്രെസ് വരും. അവർക്ക് നമ്മളെ അപ്പൊ നമ്മള് ആ സിറ്റുവേഷൻ നമ്മളിവിടെ വിളിച്ച് പറഞ്ഞു ഇവിടുന്ന് മെഡിക്കൽ അറേഞ്ച്മെന്റ് ചെയ്തു, ആംബുലൻസ് കൊടുത്തു, മാക്സിമം സ്പീഡിൽ പോയി നമ്മൾ എത്തിക്കായിരുന്നു. അവരെ സേഫായിട്ട് എത്തിച്ച് ഹോസ്പിറ്റലിൽ പോവുകയും ശ്രമിക്കുകയായിരുന്നു. അതുപോലെ പിന്നെ ഒരു അറ്റാക്ക് കേസ് വന്നായിരുന്നു. അറ്റാക്ക് വന്നായിരുന്നു. ഇതുപോലെ പകുതി എത്തുമ്പോഴത്തേക്കും പ്രശ്നം വന്നു, ചെസ്റ്റ് പെയിൻ വന്നു. സെയിം നമ്മൾ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും കൊടുത്തു, അയാളെ കുറച്ച് റിലാക്സ്ഡ് ആക്കി പിന്നെ സെയിം ആക്ഷൻ തന്നെ ഇൻഫോം ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ അതിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ വല്ലാത്തൊരു അനുഭൂതി ലൈഫാണല്ലോ നമ്മൾ സേവ് ചെയ്യുന്നത്. സാറേ ഈ പിന്നെ സാർക്ക് ഓൾമോസ്റ്റ് ഒരുപാട് സീ വോയേജസ് നടത്തി കഴിഞ്ഞു. അപ്പൊ അതിന് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ളത് ശരിക്കും ലക്ഷദ്വീപ് ഐലൻഡ്സ് ആണോ? ലക്ഷദ്വീപ് ഐലൻഡ് ചലഞ്ചിങ് ഒന്നുമില്ല. ചലഞ്ചിങ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഏരിയാസ് ഉണ്ട്. സ്പെഷ്യലി ഗൾഫ് ഓഫ് ഏഡൻ, അവിടെ ഈ സൊമാലിയൻ പൈറേറ്റ്സ് അത് അവിടെ പിന്നെ നമ്മുടെ ഇത് സിംഗപ്പൂർ ഫ്ലൈറ്റ് അവിടെയൊക്കെ നമുക്ക് ഭയങ്കര ചലഞ്ചിങ് കൊണ്ട് അവിടെ നമുക്ക് ഇത്രയും ഓപ്പൺ ആയിട്ട് പോകാൻ പറ്റൂല. ഈ സിംഗപ്പൂർ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ എന്താ പറയാ ഏറ്റവും റഷസ്റ്റ് നമ്മളൊരു ഭയങ്കര ടൗണിലൊരു ഇത് വരും, അതിനേക്കാളും അധികം ഈ കപ്പലുകളും ബോട്ടുകളും ഇതൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈവൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഈ കൃഷ്ണമണി മാറ്റാൻ പറ്റാത്ത അത്രയും കോൺഷ്യസ് ആണ് നമ്മള്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. ഭയങ്കര വെസലൊക്കെ ആണെങ്കിൽ 1-2 മീറ്ററിലൊക്കെ നമ്മൾ പാസ്സാകുക. അത്രയും അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ കാരണം വെസലിന്റെ ചിലപ്പം 200-300 മീറ്റർ നീളമുള്ള കപ്പലായിരിക്കും, 40 മീറ്റർ വീതിയൊക്കെ ഉണ്ടാവും. ഇതിപ്പോ ചെറിയ HSC ആണ്, ചെറുതാണ്. അപ്പൊ അത് അല്ല ഇവിടെ